Welcome back, my dear students. Welcome back to Avodha Cma part 1 class. So, my dear friends, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്ത് ഇൻകം സ്റ്റേറ്റ്മെന്റ് നോക്കാൻ പോകുന്നത് എന്ത് ടുഡേ വി ആർ ഗോയിങ് ടു ലുക്ക് അബൌട്ട് ഇൻകം സ്റ്റേറ്റ്മെന്റ്. നമ്മുടെ സെക്ഷൻ എ CMA's പാർട്ട് 1 സെക്ഷൻ എ ഏതായിരുന്നു? എക്സ്റ്റേണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഡിസിഷൻസ്. ഏത്? എക്സ്റ്റേണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഡിസിഷൻസ്. അതിനകത്ത് ഏത് ഇൻകം സ്റ്റേറ്റ്മെന്റ് സെക്ഷൻ ഏതെങ്കിലും പേര് സെക്ഷൻ എ എക്സ്റ്റേണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഡിസിഷൻസ്. അതിലെ ഇൻകം സ്റ്റേറ്റ്മെന്റ് നമ്മൾ നോക്കുന്നത്. സോ നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഹൗസ് ആൾക്കാർക്കും കൊമേഴ്സ് ആൾക്കാർക്ക് അറിയാം എന്താണ് ഇൻകം സ്റ്റേറ്റ്മെന്റ് അല്ലേ? അല്ലേ? Hope it's clear. Just begin. So my friends, am I audible? Properly class കേൾക്കാൻ പറ്റുന്നുണ്ട്? സോ നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഇൻകം സ്റ്റേറ്റ്മെന്റ്. ഇൻകം സ്റ്റേറ്റ്മെന്റ് എഴുതിയുള്ള പഠിക്കണേ CMA കോഴ്സിന്റെ പാർട്ട് 1 സെക്ഷൻ എ. ഏത് സെക്ഷൻ? സെക്ഷൻ എ. സെക്ഷൻ ഏതായിരുന്നു? എക്സ്റ്റേണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഡിസിഷൻസ്. എന്ത്? എക്സ്റ്റേണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഡിസിഷൻസ്. അതിലേതായിരുന്നു? ഇൻകം സ്റ്റേറ്റ്മെന്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് ഇൻകം സ്റ്റേറ്റ്മെന്റ്? ഈ സ്കൂളിൽ +1 +2 കോമേഴ്സ് പഠിച്ച ആൾക്കാർക്കും ഡിഗ്രിക്ക് BCom പഠിച്ച ആൾക്കാർക്ക് എന്താണെന്ന് അറിയാൻ പറ്റും. അവർക്ക് എന്തായിരിക്കും എന്താ അവർക്ക് അറിയും. നിങ്ങൾ കുറെ ഇൻകം സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. ഇത്രയുള്ളൂ. ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് ഓർ ലോസ്. എന്ത്? പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്? ഈ പറഞ്ഞ ഇൻകം സ്റ്റേറ്റ്മെന്റ്. എന്ത്? ഇൻകം സ്റ്റേറ്റ്മെന്റ്സ് ഒരു കമ്പനിയുടെ ഒരു പീരീഡിലുള്ള അതിന്റെ ഓപ്പറേഷന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് നമുക്ക് കാണിച്ചു തരും. മനസ്സിലായോ? It gives the results of operations for a period. Okay? Okay. അപ്പോൾ നമുക്ക് ബാലൻസ് ഷീറ്റ് നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടില്ല? നമുക്ക് അവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടി, നമുക്ക് എത്ര അസറ്റ് ഉണ്ട്, ലയബിലിറ്റി ഉണ്ട്, ഇക്വിറ്റി ഉണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടി. സോ ഇൻകം സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത് പ്രോഫിറ്റ് ഓർ ലോസ് അറിയാൻ വേണ്ടി ആണ്. മനസ്സിലായോ? അപ്പോ എലമെന്റ്സ് ഓഫ് ഇൻകം സ്റ്റേറ്റ്മെന്റ് നോക്കാം. എന്തൊക്കെയാണ് അതിന്റെ എലമെന്റ്സ്? അപ്പൊ എന്താണ് ഇൻകം സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യണേ? ഒരു കമ്പനിയുടെ ഒരു അക്കൗണ്ടിൽ പിന്നീടുള്ള അതിന്റെ പ്രോഫിറ്റ് ഓർ ലോസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഓക്കെ? So the elements of income statement. In the elements of income statement, എന്താണ് elements? First one is revenues. Second one is expense. Third one is gains and the fourth one is loss. Second one is expenses. Third one is gain and the fourth one is losses. മനസ്സിലായോ? ഇത് റവന്യൂ ഉണ്ട്, എക്സ്പെൻസ് ഉണ്ട്, ഗെയിൻ ഉണ്ട്, ലോസ് ഉണ്ട്. മനസ്സിലായോ? ഇപ്പൊ എന്താണ് റവന്യൂ, എന്താണ് എക്സ്പെൻസ്, എന്താണ് ഗെയിൻ, എന്താണ് ലോസ് എന്ന് നോക്കാം. സോ റവന്യൂ നിർമ്മിച്ചുള്ളൂ ഒരു കമ്പനിയുടെ എന്ത്? ഒരു കമ്പനിയുടെ മെയിൻ ഓപ്പറേഷൻ എന്തുവാ? ഒരു കമ്പനിയുടെ മെയിൻ ഓപ്പറേഷൻ എന്താ?
എന്നുവെച്ചാൽ ഒരു കമ്പനി, ആ കമ്പനി ഇപ്പോ ഇതൊരു എഡ്യൂടെക് കമ്പനിയാണ്. ഇവിടുത്തെ മെയിൻ ഓപ്പറേഷൻ എന്താ? സ്റ്റുഡൻസിന് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാം. അതിപ്പോ എന്റെ കയ്യിൽ പെൻ ഉണ്ട്. ഈ പെൻ ഉണ്ടാക്കുന്ന കമ്പനിയുടെ മെയിൻ ഓപ്പറേഷൻ എന്താ? ഈ പെൻ ഉണ്ടാക്കുക, പെൻ വിൽക്കുക. അപ്പോ അങ്ങനെ ഒരു മെയിൻ ഓപ്പറേഷനിൽ നിന്ന് നമുക്ക് നമ്മുടെ അസറ്റ് ഇൻക്രീസ് ചെയ്ത് ഡിക്രീസിങ് ഇൻ ദ ലയബിലിറ്റി. എന്ത്? കമ്പനിയുടെ മെയിൻ ഓപ്പറേഷൻ ഉണ്ടല്ലോ, പെണ്ണാണെങ്കിൽ പെൻ വെക്കല്, അതൊക്കെ മെയിൻ ഓപ്പറേഷൻ. ഇപ്പൊ എഡ്യൂടെക് കമ്പനി, അബോധ എഡ്യൂടെക് കമ്പനി ആണെങ്കിൽ അവർക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം, അതാണ് മെയിൻ ഓപ്പറേഷൻസ്. അപ്പൊ അതിൽ നിന്ന് വരണ അത് പ്രൊവൈഡ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ അസറ്റ് ഇൻക്രീസ് അല്ലെങ്കിൽ ലയബിലിറ്റി ഡിക്രീസ്, അതാണ് റവന്യൂസ്. എക്സ്പെൻസോ? എക്സ്പെൻസ് ഇത്രയുള്ളൂ. എന്ത്? ഇത് നേരെ തിരിച്ച് കമ്പനിയുടെ മെയിൻ ഓപ്പറേഷൻ അതിൽ നിന്ന് എന്ത് കമ്പനിക്ക് ഉണ്ടാവുന്ന അസറ്റിൽ വരുന്ന ഡിക്രീസ് അല്ലെങ്കിൽ ലയബിലിറ്റി വരുന്ന ഇൻക്രീസ്. എക്സ്പെൻസ് ആണോ, ചെലവാണല്ലോ, അപ്പൊ അസറ്റ് കുറയും, ലയബിലിറ്റി കൂടും. അതാണ് എക്സ്പെൻസ് ആർ ഡിക്രീസ് ഇൻ അസറ്റ്സ്. എന്ത്? ഡിക്രീസ് ഇൻ അസറ്റ്സ് ഓർ എന്ത്? ഡിക്രീസ് ഇൻ അസറ്റ്സ് ഓർ എന്ത്? ഇൻക്രീസ് ഇൻ ലയബിലിറ്റി. ലയബിലിറ്റിയിൽ വരുന്ന ഇൻക്രീസ്. എന്ത്? ഡിക്രീസ് ഇൻ അസറ്റ്, അസറ്റിൽ വരുന്ന ഡിക്രീസോ അതല്ലെങ്കിൽ ലയബിലിറ്റിയിൽ വരുന്ന ഇൻക്രീസോ. എന്ത്? Expenses are decrease in assets or increase in liability that result from the main operation of the company. Next one is gain. ഈ ഗെയിനും റവന്യൂം എക്സ്പെൻസും ലോസും സംഭവം രണ്ടും റവന്യൂസും ഗെയിൻസും പറയുകയാണെങ്കിൽ അത് രണ്ടും ഇൻക്രീസ് ഇൻ അസറ്റ് ആൻഡ് ഡിക്രീസ് ലയബിലിറ്റിയാണ്. പിന്നെ എക്സ്പെൻസും ലോസും എന്ന് പറയുമ്പോൾ ഡിക്രീസ് ഇൻ അസറ്റും ഇൻക്രീസ് ലയബിലിറ്റിയാണ്. പക്ഷെ അതാണ് ഡിഫറൻസ് എന്താ വെച്ചാല് റവന്യൂ എക്സ്പെൻസ് മെയിൻ ഓപ്പറേഷൻ ആണ്, ഗെയിൻസ് ലോസും നോട്ട് ഫ്രം ദ മെയിൻ ഓപ്പറേഷൻ. അത് മെയിൻ ഓപ്പറേഷൻ അല്ല. ഇപ്പോ എഡ്യൂടെക് കമ്പനി ആയാലും നേരത്തെ എക്സാമ്പിൾ അവോധ എഡ്യൂടെക് കമ്പനി അല്ലെങ്കിൽ ഒരു പെൻ കമ്പനിയാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഈ രണ്ട് കമ്പനി എടുത്ത് ഫിക്സ്ഡ് അസറ്റ്സോ അല്ലെങ്കിൽ വേറെ അസറ്റോ ഈ ടി വി വിറ്റു, ഇതിന്റെ മെയിൻ ഓപ്പറേഷൻ ആണോ? ഇപ്പൊ അവോധ ക്ലാസ് എടുക്കുന്ന ഈ ടി വി വിറ്റു, ഇതൊരു മെയിൻ ഓപ്പറേഷൻ ആണോ? അല്ലല്ലോ. ചിലപ്പോൾ 5 കൊല്ലം ഇതിന് ആയുസ് ഉണ്ടാവും, ആ ആയുസ് സംഭവം വിൽക്കും അല്ലേ? ഇല്ലേ? അപ്പൊ ഏതായാലും ഇപ്പൊ ഒരു മെഷീൻ പെൻ ഉണ്ടാക്കാനാണെങ്കിൽ ആ പെൻ ഉണ്ടാക്കുന്ന കമ്പനി അവര് മെഷീൻ എന്ത് ചെയ്യാ, അത് വിൽക്കും ഇല്ലേ? അത് വിൽക്കുന്ന ഒരു മെയിൻ ഓപ്പറേഷൻ ആണോ? മെയിൻ ഓപ്പറേഷൻ അവർ ഡെയിലി ചെയ്യുന്ന കാലമായിരിക്കും, അല്ലെങ്കിൽ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് ആ മെയിൻ ഓപ്പറേഷൻ വേണ്ടിയായിരിക്കും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനാ ഈ ടി വി വിൽക്കാൻ വേണ്ടിയാണോ? അതല്ലോ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് വേണ്ടിയല്ലേ? അപ്പൊ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന മെയിൻ ഓപ്പറേഷൻ, ഈ ടി വി വിൽക്കുന്ന മെയിൻ ഓപ്പറേഷൻ അല്ല, അത് നോട്ട് ഫ്രം മെയിൻ ഓപ്പറേഷൻ ആണ്. അപ്പൊ ഈ ടി വി കിട്ടി അവധിക്ക് കിട്ടുന്ന എമൗണ്ട് ഉണ്ടല്ലോ, അതാണ്. അങ്ങനെ ഇൻക്രീസ് ഇൻ അസറ്റ്സും ഓർ ഡിക്രീസ് ഇൻ ലയബിലിറ്റിയും. മനസ്സിലായോ? ലോസസ് എന്താ? ഇത് നേരെ തിരിച്ച്. ഇപ്പൊ ഈ ടി വി വിറ്റു, അവധിക്ക് ലോസ് വന്നേ, അപ്പോ ആ ലോസ് വരുമ്പോൾ അസറ്റ് കുറഞ്ഞു, ഡിക്രീസ് ഇൻ അസറ്റ് ഓ ഇൻക്രീസ് ഇൻ ലയബിലിറ്റി. മനസ്സിലായോ? ഇപ്പൊ ഇത്രേ ഉള്ളൂ. എലമെന്റ്സ് ഓഫ് ഇൻകം സ്റ്റേറ്റ്മെന്റ് പറയുമ്പോ റവന്യൂസ് ഉണ്ട്, അത് ഇൻക്രീസ് ഇൻ അസറ്റ്സ് ഓ ഡിക്രീസ് ഇൻ ലയബിലിറ്റി ആണ്. എക്സ്പെൻസ് എങ്ങനെയാ? ഡിക്രീസ് ഇൻ അസറ്റ്സ് ഓ ഇൻക്രീസ് ഇൻ ലയബിലിറ്റി ആണ്. അത് രണ്ടും എങ്ങനെയായിരുന്നു? റവന്യൂസ് എക്സ്പെൻസ് ഫോർ ദ മെയിൻ ഓപ്പറേഷൻ ആണ്. ഗെയിൻ ലോസ് എങ്ങനെയാ? ഇൻക്രീസ് ഇൻ അസറ്റ്, അസറ്റ് ഇൻക്രീസ് ഓ ഡിക്രീസ് ഇൻ ലയബിലിറ്റി. ലോസ് എങ്ങനെയാ? ഡിക്രീസ് ഇൻ അസറ്റ് ഓർ ഇൻക്രീസ് ഇൻ ലയബിലിറ്റി. അതെങ്ങനെയാ? നോട്ട് ഫ്രം ദ മെയിൻ ഓപ്പറേഷൻസ്. ജസ്റ്റ് നോട്ട് ചെയ്ത്
ഓക്കെ, നിങ്ങൾക്ക് ഇതിൽ ഡൗട്ട്സ് ചോദിക്കാനുണ്ടോ? ഇതിൽ പറയാനുണ്ടോ? സോ ആ പാർവതി മെസ്സേജ് ഉണ്ട്. ഹായ് പാർവതി. യെസ്, നേരത്തെയാണ് നമുക്ക് കുറച്ച് കണ്ടൻസ് എടുക്കാണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആസ് മച്ച് ആസ് പോസിബിൾ നമുക്ക് നേരത്തെ പറയും. കണ്ടൻസ് നേരത്തെ തരാണെങ്കിൽ എന്തായിരുന്നു നേരത്തെ കാണുന്ന കണ്ടൻസ് നിങ്ങൾക്ക് നേരത്തെ പഠിക്കായിരുന്നു. അതാണ് നേരത്തെ വന്നത്. സോറി, അപ്പൊ അതിന് ഞാൻ മെസ്സേജ് കണ്ടില്ലായിരുന്നു, അതാണ് റിപ്ലൈ തരാണ്ടിരുന്നത്. പാർവതി എന്തോ പറ്റിയെന്ന് പറയുന്നു. ഐ എം ഓഡിബിൾ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ, ക്ലാസ് തന്നെ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഓഡിബിൾ ആണ്. ഓക്കെ ഓക്കെ, താങ്ക് യു ഫോർ റെസ്പോൺസ്. ഓക്കെ ഓക്കെ, ഫസ്റ്റ് ക്ലാസ് ആയപ്പോൾ ജസ്റ്റ് ഒന്ന് ഓഡിയോ കട്ടായി പോയായിരുന്നു. അപ്പൊ അതായിരിക്കും നേരത്തെ എന്താ പറ്റി ഉദ്ദേശിച്ചത്. അപ്പൊ സോ ഇത് നോട്ട് ഡൗൺ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ സോ നമ്മള് ഇൻകം സ്റ്റേറ്റ്മെന്റ് നോക്കിയായിരുന്നു, എലമെന്റ്സ് നോക്കി അല്ലേ? സോ നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ ഓക്കെ ക്ലാസ് എന്തെങ്കിലും കേട്ടിട്ട് നെക്സ്റ്റ് ആയാലും മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ 60 ക്ലാസ് ഇപ്പൊ കയറിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു കണ്ടു നോക്കുക, അപ്പൊ നമുക്ക് മനസ്സിലാവും. സോ ഇത് എന്തായാലും റബ്ബയാണ്. അപ്പൊ നമ്മൾ നോക്കാം റവന്യൂ റെക്കഗ്നേഷൻ പ്രിൻസിപ്പിൾ. എന്ത്? റവന്യൂ റെക്കഗ്നേഷൻ പ്രിൻസിപ്പിൾ. അപ്പോ എന്താണ് റവന്യൂ റെക്കഗ്നേഷൻ പ്രിൻസിപ്പിൾ? ഇത്രേ ഉള്ളൂ. നമ്മൾ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. നമ്മുടെ പെർഫോമൻസ് ഒബ്ലിഗേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യണം എന്നാണ് നമ്മൾ പറയുന്നത്. എന്ത്? ഒരു കമ്പനിയുടെ അത് നമ്മുടെ ഒരു പെർഫോമൻസ് ഒബ്ലിഗേഷൻ ഉണ്ട് നമ്മൾ ചെയ്യേണ്ടത്. ആ സാധനം സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ പെന്ന് വെക്കലാണ് നമ്മുടെ ബിസിനസ് എങ്കിൽ അതാണ് നമ്മുടെ പെർഫോമൻസ് ഒബ്ലിഗേഷൻ. അത് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ? ആ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും പെർഫോമൻസ് ഒബ്ലിഗേഷൻ? അന്ന് പെന്ന് വെക്ക് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ? റവന്യൂ റെക്കഗ്നൈസ് ചെയ്യാൻ നമുക്ക്. ഇത്രേ ഉള്ളൂ. ഒരു പെൻ മാനുഫാക്ചറിംഗ് കമ്പനി ആണെങ്കിൽ എന്ത്? ഒരു പെൻ മാനുഫാക്ചറിംഗ് കമ്പനി ആണ് എങ്കിൽ നിങ്ങൾ റൺ ചെയ്യുന്നതെങ്കിൽ ആ പെൻ വിറ്റ് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യാം. ക്യാഷ് റെസിപ്റ്റ് ബേസിലല്ല. റവന്യൂ is considered when the performance obligation is satisfied and not on the basis of the cash receipt. പെർഫോമൻസ് ഒബ്ലിഗേഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യാം. അതല്ലാണ്ട് ക്യാഷ് റെസിപ്റ്റ് ബേസിലല്ല. ഓക്കെ, മനസ്സിലായോ? അതാണ് നമ്മുടെ റവന്യൂ റെക്കഗ്നേഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. എന്ത്? ഒരു റവന്യൂ നമ്മുടെ പെർഫോമൻസ് ഒബ്ലിഗേഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യാം. പിന്നെ എക്സ്പെൻസ് റെക്കഗ്നേഷൻ പ്രിൻസിപ്പിൾ. എക്സ്പെൻസ് റെക്കഗ്നൈസേഷൻ പ്രിൻസിപ്പിൾ. മനസ്സിലായോ? എക്സ്പെൻസ് റെക്കഗ്നേഷൻ പ്രിൻസിപ്പിൾ എന്താ? ഇത്രേ ഉള്ളൂ. എക്സ്പെൻസ് റെക്കഗ്നേഷൻ പ്രിൻസിപ്പിൾ വേറെ മാച്ചിങ് പ്രിൻസിപ്പിൾ. എന്ത്? മാച്ചിങ് പ്രിൻസിപ്പിൾ. എന്ത്? റവന്യൂ റെക്കഗ്നേഷൻ പ്രിൻസിപ്പിൾ ഓ മാച്ചിങ് പ്രിൻസിപ്പിൾ. എന്താണ് ഇത്? എക്സ്പെൻസ് റെക്കഗ്നേഷൻ പ്രിൻസിപ്പിൾ. It states that recognition of the expenses is related to net change in the assets and the earning of the revenues. ഇത്രേ ഉള്ളൂ. Expense should be recognized when the work or product contributes to revenue. എന്ത്?
ഒരു വർക്ക് അല്ലെങ്കിൽ ഒരു പ്രവർത്തി അല്ലെങ്കിൽ പ്രൊഡക്റ്റ് നമ്മുടെ റവന്യൂവിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമല്ലോ, അപ്പോൾ തന്നെ എന്ത് നമ്മളതിനെ എക്സ്പെൻസ് റെക്കഗ്നൈസ് ചെയ്യണം. എന്ത് എക്സ്പെൻസ് ഷുഡ് ബി റെക്കഗ്നൈസ് വെൻ ദ വർക്ക് ഓർ പ്രൊഡക്റ്റ് കോൺട്രിബ്യൂട്ട്സ് ടു റവന്യൂ. ഒരു വർക്ക് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് നമ്മുടെ റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യല്ലോ, അത് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ എക്സ്പെൻസ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യണം. മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ. സോ നമുക്ക് ഇതിന്റെ ബെനിഫിറ്റ്സും ലിമിറ്റേഷൻസ് നോക്കാം. എന്ത് ബെനിഫിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ്. ഓക്കെ, എന്താണ് ബെനിഫിറ്റ്സ്? ഇത്രേ ഉള്ളൂ. നമുക്ക് നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റ് അറിയാൻ പറ്റും. നമ്മുടെ പീരീഡില് നമുക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കി, എത്ര എക്സ്പെൻസ് ഉണ്ടാക്കി നമുക്ക് അറിയാൻ പറ്റും. അത് നല്ല ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം. അതോടൊപ്പം നമുക്ക് അറിയാൻ പറ്റും, അതാണ് കമ്പനിക്ക് മെയിൻ അറിയാൻ പറ്റുന്നത്. എന്ത് എത്ര എക്സ്പെൻസ് ഉണ്ടാക്കി, എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കി, എത്ര ലോസ് ഉണ്ടാക്കി അറിയാൻ പറ്റും. മനസ്സിലായോ? പിന്നെ നമുക്ക് അതോടൊപ്പം നമുക്ക് പാസ്റ്റ് പെർഫോമൻസ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കമ്പയർ ചെയ്യാൻ പറ്റും. It helps users to evaluate the company's past performance and to compare it നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടല്ലോ, കോമ്പറ്റീറ്റേഴ്സിന്റെ പെർഫോമൻസ് ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? എന്ത് നമുക്ക് പാസ്റ്റ് പെർഫോമൻസ് ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. അതോടൊപ്പം കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടല്ലോ, അവരുടെ പെർഫോമൻസ് ആയിട്ട് കമ്പയർ ചെയ്ത് അങ്ങനെ വാലിഡേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെന്താ, ഫ്യൂച്ചർ പെർഫോമൻസ് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് പ്രൊവൈഡ്സ് എ ബേസ് ഫോർ പ്രൊഡിക്റ്റിംഗ് ഫ്യൂച്ചർ പെർഫോമൻസ്. നമ്മുടെ ഫ്യൂച്ചർ പെർഫോമൻസ് പ്രൊഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. കാരണം നമുക്കിപ്പോ ഇത്ര നമുക്ക് ഈ കൊല്ലം ഇത്ര അല്ലെങ്കിൽ ഈ പീരീഡിൽ നമുക്ക് ഇത്ര പ്രോഫിറ്റ് ഉണ്ടാക്കി, ലോസ് ഉണ്ടാക്കി, അപ്പോൾ ഇറ്റ് ഹെൽപ്സ് ടു എന്ത് ഫ്യൂച്ചറിൽ എത്ര പ്രോഫിറ്റ് ഉണ്ടാകും എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇറ്റ് ഹെൽപ്സ് യൂസേഴ്സ് അസസ് ദ റിസ്ക് ഓർ അൺസർട്ടനിറ്റി ഓഫ് അച്ചീവിംഗ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ്. എന്ത് ഇറ്റ് ഹെൽപ്സ് യൂസേഴ്സ് അസസ് ദ റിസ്ക് ഓർ അൺസർട്ടനിറ്റി ഓഫ് അച്ചീവിംഗ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ. അതൊക്കെ ഹെൽപ്പ് ചെയ്യും നമ്മൾ യൂസേഴ്സിന് അസസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇതാണ് ബെനിഫിറ്റ്സ്. ജസ്റ്റ് വായിച്ചു പോയാൽ നമുക്ക് സമാറിഞ്ഞാൽ മതി. പിന്നെ ലിമിറ്റേഷൻസും, ഇൻകം നമ്പേഴ്സ് അഫക്റ്റഡ് ബൈ ദ അക്കൗണ്ടിംഗ് മെത്തേഡ്സ്. നമുക്ക് നമ്പേഴ്സ് ഉണ്ടല്ലോ, ഇൻകം നമ്പേഴ്സ്, അതുള്ള അക്കൗണ്ടിംഗ് മെത്തേഡ്സ് ബേസ് ചെയ്ത് നമുക്ക് അഫക്ട് ചെയ്യും. ഡിഫറെന്റ് അക്കൗണ്ടിംഗ് മെത്തേഡ്സ് ഉണ്ട്, അപ്പൊ അതൊക്കെ ബേസ് ചെയ്ത് നമ്മൾ എന്ത് ഇതിനെ അഫക്ട് ചെയ്തായിരിക്കും. പിന്നെ ഇൻകം മെഷർമെന്റ്സ് എന്താ റിക്വസ്റ്റ് ജഡ്ജ്മെന്റ്. ഓക്കെ, ഇതൊക്കെ ലിമിറ്റേഷൻസ് ഒക്കെ വരുന്നുണ്ട്. സോ നമുക്ക് ഇതിന്റെ ജസ്റ്റ് ഇൻകം സ്റ്റേറ്റ്മെന്റ് നമുക്കൊരു ഫോർമാറ്റ് നോക്കാം. എങ്ങനെയായിരിക്കും നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഫോർമാറ്റ് ഇരിക്കാം? ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇൻകം അല്ലെങ്കിൽ ഫോർമാറ്റ് ഓഫ് ഇൻകം സ്റ്റേറ്റ്മെന്റ്. ഫോർമാറ്റ് ഓഫ് ഇൻകം സ്റ്റേറ്റ്മെന്റ്. എന്ത് ഫോർമാറ്റ് ഓഫ് ഇൻകം സ്റ്റേറ്റ്മെന്റ്. എങ്ങനെയാണ് ഫോർമാറ്റ് എന്നാണ് നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് അറിയാമോ എങ്ങനെയാ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഫോർമാറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന്? ഫസ്റ്റ് നമുക്ക് റവന്യൂ, നമ്മുടെ കമ്പനിക്ക് വരുന്ന റവന്യൂ, അവിടുന്ന് COGS കുറയ്ക്കാം. നമ്മുടെ ഫിഗേഴ്സ്. So first revenue അവിടുന്ന് COGS കുറയ്ക്കുക. Then we'll be the gross profit. എന്ത് gross profit revenue. എന്ത് revenue ഉണ്ട്, അവിടുന്ന് COGS കുറയ്ക്കുക, cost of goods sold. അവിടെ കിട്ടുന്നതാണ് എന്ത് gross profit will be getting. Then we have to get the selling general and administrative expense. എന്ത് selling general and administrative expense.
മനസ്സിലായോ? So first revenue, then deduct cost of goods sold from the we will be getting the gross profit. From the deduct the selling general and administrative expense. Then we will be getting the operating income. In the operating income കിട്ടും. മനസ്സിലായോ? അവിടെ നിന്ന് എന്തേണ്ടേ നമുക്ക് വരുന്ന ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് ഇൻകം ആഡ് ചെയ്യാം. എന്ത് ആഡ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് ഇൻകം, ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് ഇൻകം. പിന്നെ നമുക്ക് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ഇവിടുന്ന് ഡിഡക്ട് ചെയ്യാം. എന്ത് ഫസ്റ്റ് റവന്യൂ അവിടുന്ന് COGS കുറയ്ക്കുക. ദെൻ വിൽ ഗെറ്റ് ദ ഗ്രോസ് പ്രോഫിറ്റ്. അവിടുന്ന് സെല്ലിംഗ് ജനറൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് കുറയ്ക്കുക. ദെൻ വിൽ ഗെറ്റ് ദ ഓപ്പറേറ്റിംഗ് ഇൻകം. ഓപ്പറേറ്റിംഗ് ഇൻകം കിട്ടില്ല. അത് കഴിഞ്ഞിട്ട് അവിടെ നമുക്ക് ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് ഇൻകം, അത് ഇൻകം നമ്മൾ പറഞ്ഞ ഇതാണല്ലോ, അത് ആഡ് ചെയ്യാം. ദെൻ ഡിഡക്ട് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് കുറയ്ക്കുക. എന്ത് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് കുറയ്ക്കുക. ഇത്രയും എഴുതിയോ? എഴുതിക്കുന്ന ഏത് ബോർഡ് നോക്കിയാണല്ലോ. ഓക്കെ, ഞാൻ മാറ്റണ്ടോ? നിങ്ങൾ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് എഴുതിയുണ്ട്. നെക്സ്റ്റ് നമുക്ക് എഴുതാൻ സ്റ്റെപ്പ് എന്താണ്? ഈ ബോർഡിലെല്ലാം എഴുതാൻ പറ്റത്തില്ല, അതാണ് ഞാൻ മാറ്റുന്നത് കേട്ടോ. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. സോ ഇന്ന് ചോദിക്കലായിരിക്കും ഡൗട്ട് എന്തെങ്കിലും ഇതിന് പാർവതി പോയെന്ന് തോന്നുന്നു. സോ നെക്സ്റ്റ് ആണ് നമ്മൾ ആഡ് ആയി പോകുന്നത് എന്ത് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് കഴിഞ്ഞു. ഈ നെക്സ്റ്റ് വൺ വി ഹാവ് ടു ഒന്നുകിൽ ആഡ് അല്ലെങ്കിൽ ഡിഡക്ട്. ആ സന്ദർഭം അനുസരിച്ചാണ്. നോൺ ഓപ്പറേറ്റിംഗ് ഗെയിൻസ് ആണെങ്കിൽ ആഡ് ചെയ്യുക, നോൺ ഓപ്പറേറ്റിംഗ് ലോസ് ആണെങ്കിൽ ഡിഡക്ട് ചെയ്യുക. എന്ത് പ്ലസ് ഓ മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് ഗെയിൻസ് or losses. എന്ത് നോൺ ഓപ്പറേറ്റിംഗ് ഗെയിൻസ് അല്ലെങ്കിൽ ലോസസ് ആഡ് ചെയ്യാം. എന്ത് നോൺ ഓപ്പറേറ്റിംഗ് ഗെയിൻസ് ഉണ്ടാവല്ലോ, നോൺ ഓപ്പറേറ്റിംഗ് ഗെയിൻസ് ആണെങ്കിൽ ആഡ് ചെയ്യാം, നോൺ ഓപ്പറേറ്റിംഗ് ലോസ് ആണെങ്കിൽ അത് ഡിഡക്ട് ചെയ്യാം. ഓക്കെ, then we will get the income from continuing operations before tax. എന്ത് ഇൻകം from continuing operation before income tax. എന്ത് പ്ലസ് ഓ മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് ഗെയിൻസ് ഓർ ലോസ്. അവിടെ നിന്ന് ഇൻകം ഫ്രം കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ് കിട്ടും. സോ ജസ്റ്റ് ഒന്നിട്ട് ഒരു കാര്യം ചെയ്യാം. ഫസ്റ്റ് റവന്യൂ അവിടെ നിന്ന് COGS കുറയ്ക്കുക. ദെൻ വി ഗെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം. അവിടെ നിന്നായിരുന്നു സെല്ലിംഗ് ജനറൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് കുറയ്ക്കുക. ദെൻ വിൽ ബി ഓപ്പറേറ്റിംഗ് ഇൻകം. ഇത് റവന്യൂ എഴുതുക, അവിടെ നിന്ന് COGS കുറയ്ക്കുക. ദെൻ വിൽ ഗെറ്റ് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് സെല്ലിംഗ് ജനറൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് കുറയ്ക്കുക. ദെൻ വിൽ ബി ഗെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം. From the interest or dividend income കൂട്ടാം, interest expense കുറയ്ക്കുക. പിന്നെ പ്ലസ് ഓ മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് ഗെയിൻസ് ആണെങ്കിൽ പ്ലസ് ചെയ്യുക, നോൺ ഓപ്പറേറ്റിംഗ് ലോസ് ആണെങ്കിൽ ഡിഡക്ട് ചെയ്യുക. Then we will get income from continuing operations കിട്ടും. എന്ത് ഇൻകം ഫ്രം കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ് ബിഫോർ ടാക്സ്. എന്ത് ഇൻകം ഫ്രം കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ് ബിഫോർ ഇൻകം ടാക്സ് നമുക്ക് കിട്ടും. അത് എന്ത് ചെയ്യണം? പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് ഇടണം.
provision for income tax. In the provision for income tax on continuing operations. Continuing operations is on continuing operations. Okay, provision for income tax on continuing operations. Okay, in the provision for income tax on continuing operations, then we will get in the income from continuing operations after tax. In the income from continuing operations, we will be getting income from continuing operations after tax. And the income from continuing operations after tax. So, revenue out of COGS, then gross profit, then minus selling general administrative expense. Okay, then we will get the operating income, add interest and dividend income, then deduct the interest expense, plus non-operating gains or minus non-operating loss, and then we will income from continuing operation before income tax. Then provision for income tax for the continuing operation. We will get the income from continuing operations after tax. Okay. So, it's right. So, income from continuing operation after tax. So, I hope that you know. So, discontinued operation. Discontinued operation. Continued operations. Okay? In discontinued operation, we will okay, this is continuation. This is our continuation. And if gain or loss from operations of discontinued components. I think gain or loss from the discontinued operation. Gain or so plus or minus gain or loss in the gain or loss from operation of discontinued component. In the gain or loss from operations of discontinued component. We have to in the plus or minus only income tax benefit and plus income tax expense and minus in the plus or minus income tax benefit or income tax expense. In the income tax benefit, add income tax expense and minus here. Okay, got it? So we will get the income or loss
income or loss from discontinued operation. Okay, income or loss from discontinued operation കിട്ടും. So നമുക്ക് discontinued operation continued operation adjust ചെയ്യുമ്പോൾ we will get the net income. എന്ത് net income മനസ്സിലായോ പിള്ളേരെ? മനസ്സിലായോ? പാർവതി ക്ലാസ്സിലുണ്ടോ? മനസ്സിലായോ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഫോർമാറ്റ്? ഇത്രയുള്ള സിമ്പിൾ ആണ്. ജസ്റ്റ് ഒന്ന് ഓഫ് മതി. ഫസ്റ്റ് റവന്യൂ അവിടുന്ന് COS കുറയ്ക്കുക. സോ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. അവിടുന്ന് സെല്ലിംഗ് ജനറൽ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് കുറയ്ക്കുക. സോ വിൽ ബി ദ ഓപ്പറേറ്റിംഗ് ഇൻകം കിട്ടും. അതിൽ ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് ഇൻകം കൂട്ടുക, ഇൻട്രസ്റ്റ് എക്സ്പെൻസ് കുറയ്ക്കുക. പിന്നെ പ്ലസ് ഓർ മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് ഗെയിൻസ് ഓർ ലോസ്. നോൺ ഓപ്പറേറ്റിംഗ് ഗെയിൻ ആണെങ്കിൽ കൂട്ടുക, നോൺ ഓപ്പറേറ്റിംഗ് ലോസ് ആണെങ്കിൽ കുറയ്ക്കുക. Then അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ഇൻകം ഫ്രം കണ്ടിന്യൂ ഓപ്പറേഷൻസ് കിട്ടും. എവിടെ? ബിഫോർ ടാക്സ് കൊടുക്കുന്നതിന് മുമ്പ് അതിന്റെ പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് കൊടുക്കുക. ഇൻകം ടാക്സ് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടും ഇൻകം ഫ്രം കണ്ടിന്യൂ ഓപ്പറേഷൻസ് ആഫ്റ്റർ ടാക്സ്. ഓക്കെ, അത് കഴിഞ്ഞ് ഡിസ്കണ്ടിന്യൂ ഓപ്പറേഷൻ ഇതും സെയിം തന്നെ. പ്ലസ് ഓർ മൈനസ് ഗെയിൻ ഫ്രം ഡിസ്കണ്ടിന്യൂ ഓപ്പറേഷൻ ഓർ ലോസ് ഫ്രം ഡിസ്കണ്ടിന്യൂ ഓപ്പറേഷൻ. ഗെയിൻ ഫ്രം ഇത് ഡിസ്കണ്ടിന്യൂ ഓപ്പറേഷണൽ ഗെയിൻ ആണെങ്കിൽ എന്ത് ഡിസ്കണ്ടിന്യൂ ഓപ്പറേഷണൽ ഗെയിൻ ആണെങ്കിൽ പ്ലസ് ഓ ഡിസ്കണ്ടിന്യൂ ഓപ്പറേഷനിൽ നിന്ന് ലോസ് ആണെങ്കിൽ മൈനസ്. പിന്നെ ഇൻകം ടാക്സ് ഇൻകം ടാക്സ് ബെനിഫിറ്റ് ആണെങ്കിൽ ആഡ് ചെയ്യാം, ഇൻകം ടാക്സ് എക്സ്പെൻസ് ആണെങ്കിൽ ലെസ് ചെയ്യാം. സോ വി വിൽ ഗെറ്റ് ദ ഇൻകം ഓർ ലോസ് ഫ്രം ദ ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ. എന്ത് ഇൻകം ഓർ ലോസ് ഫ്രം ദ ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ വിൽ ബി ഗെറ്റിംഗ്. സോ ഇൻകം ഓർ ലോസ് ഫ്രം ദ ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ and income or loss in the continued operation. I don't do that. I just say look in the net income will be getting. Okay? I hope it's clear. മനസ്സിലായോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? Any doubts? എൻ്റെ കമന്റ്സിൽ പറയാം. ഞങ്ങളുടെ കമന്റ്സ് ലൈവായിട്ട് വായിച്ച് ചെയ്യുന്നുണ്ട്. So, just to note you. I hope my friends നോക്കിയിരുന്നു. അപ്പോൾ ഇത്രയുള്ളൂ ഇൻകം സ്റ്റേറ്റ്മെന്റ് കാര്യം നോക്കാനുള്ളത്. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ എവരിവൺ. സോ I'm winding up for now. Then see you in the next class. Okay? Next നമുക്ക് cash flow statement ഉണ്ട്. അത് നോക്കാം. So see you. Bye bye.